റുക്കു എവിടെ പോവാ? ആണോ? ഇന്ന് എന്താ അവിടെ പരിപാടി? ആ, പായസമൊക്കെ ഒരുക്കുവോ? പായസം ഒരുക്കണ മാത്രമേ ഉള്ളൂ, വേറെ പരിപാടി ഒന്നും ഇല്ലേ? ഏവർക്കും സ്വാതന്ത്ര്യ ദിനം. ഇന്ന് പുഷ്പഗിരി അംഗനവാടി വെച്ചിട്ട് നടത്തുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലാണ് ഞങ്ങളുള്ളത്. റുക്കു, കിച്ചു, ഞാനും ഉണ്ടാക്കൂടത്തില്ല. അപ്പോൾ ബലൂൺ വീർപ്പിച്ച് കെട്ടലും മറ്റ് തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് എല്ലാവരും ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. കരച്ചിലും പേച്ചിലുമായിട്ട് കുഞ്ഞു കുടുക്കാസ് ഓരോ അമ്മമാരുടെ ഒപ്പത്തും ഇരിക്കുന്നുണ്ട്. ചിലരിതാ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്നു. ഇതാണ് നമ്മളെ ടീച്ചർ, ലൂസി ടീച്ചർ. കിച്ചുമോൾ ഇതാ 2 ബലൂണൊക്കെ കൊണ്ടാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മകളിൽ നമ്മൾ ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത 2 വ്യക്തികളാണ് ബാപ്പുജിയും ചാച്ചാജിയും. പതാക ഉയർത്താൻ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു കുരുന്നുകളെല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കളായതുകൊണ്ട് എത്രത്തോളം വിജയകരമാണെന്ന് നമുക്ക് കാണാം. 10 മണി ആയപ്പോഴേക്കും ഞങ്ങളിതാ ഫ്ലാഗ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായി. എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉയർത്താൻ പോവാണ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. നമ്മൾ സ്വാതന്ത്ര്യദിനം എന്താണ് എന്നുള്ളത് ആലോചിക്കാനോ അതിനെപ്പറ്റി അത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നത് അറിയുന്നതിനും നമ്മുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നതിനുമാണ് നമ്മൾ പൂർവികർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി വിദേശിയിൽ ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് കച്ചവടത്തിന് വന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയെ അടക്കി ഭരിക്കുകയും അവരുടെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അക്കാലത്തുണ്ടായിരുന്ന ഗാന്ധിജി, ചാച്ചാനി നെഹ്റു ഇവരെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് നല്ലൊരു അതിനുവേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ നടത്തി. ആ സമരത്തിലൂടെ നേടിയെടുത്ത് അവരുടെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞ് എല്ലാം നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മ നമ്മുടെ കുഞ്ഞു മക്കളിലേക്കും പകരാൻ വേണ്ടിയാണ് നമ്മൾ അംഗൻവാടിയിൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷം നടത്തുക. നമുക്ക് ഇന്ന് ചുരുങ്ങിയ ആൾക്കാരേ ഉള്ളൂ. സ്വാതന്ത്ര്യം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് ആഘോഷങ്ങളുണ്ട്, സ്കൂളിൽ, പള്ളിയിൽ എല്ലാം. എല്ലാ ഈ സ്വാതന്ത്ര്യം നമുക്ക് തുടർന്ന് മുന്നോട്ട് കിട്ടുന്നതിനും നമ്മുടെ ഈ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രാധാന്യം
ഓർത്തിരിക്കാനും വേണ്ടി ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ട്. ഇടയിൽ വെള്ളം തികവിൽ ഓർക്കുക ഇവിടെ ശ്രദ്ധിച്ച് പാട്. ടീച്ചർ എല്ലാവർക്കും മിഠായി കൊടുക്കുകയാണ്. ഇനി പായസം നല്ല സേമിയ പായസം. പായസവും കുടിച്ച് എല്ലാവരും ഇന്നത്തെ ദിവസം ഇവിടെ പിരിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ വിചാരിച്ചു ഒറ്റ കടം വിചാരിച്ചു അടി.